കുമളിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്ന PS അബ്ബാസിന്റെ കുടുംബസഹായ നിധിക്കായി സുമനസുകൾ ഒരുമിക്കുന്നു. കഴിഞ്ഞ ദിവസം തേക്കടി റോഡരികിൽ കുഴിഞ്ഞു വീണായിരുന്നു അബ്ബാസിന്റെ അന്ത്യം. കുമളിയിലെ വിവിധ കൂട്ടായ്മകൾ കുടുംബസഹായ നിധിക്കായി ഫണ്ടുകൾ ശേഖരിച്ചു തുടങ്ങി. കുമളിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സ്വന്തമായി വഴിതെളിച്ചെത്തിയ യുവാവ് കൂടിയായിരുന്നു അബ്ബാസ്. ടൂറിസം മേഖലയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് TTP എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകി. ഇതോടൊപ്പം തന്നെ പഴയ കുമളി സഹോദരങ്ങൾ, രക്തദാതാക്കളുടെ ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അബ്ബാസിന്റെ അപ്രതീക്ഷിത വേർപാട്. ഇതോടെ അബ്ബാസിന്റെ കുടുംബസഹായ നിധി രൂപീകരിക്കുന്നതിനായി കുമളിയിലെ സുമനസുകൾ കൈകോർത്തു. അബ്ബാസിന്റെ കുടുംബസഹായ നിധിക്കായി ഇന്ത്യൻ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് രൂപീകരിച്ചു. കുടുംബസഹായ നിധിയുടെ രക്ഷാധികാരികളായി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, TT തോമസ്, CC സുരേഷ് കുമാർ എന്നിവരെ ചുമതലപ്പെടുത്തി. ഇതിനു പുറമെ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അബ്ദുൽ സലാം അക്കരയിൽ, ജനറൽ സെക്രട്ടറി മജോ കാരിമുട്ടം, ഖജാൻജി സുരേഷ് രഞ്ജനുണ്ട് എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. മരണപ്പെട്ട അബ്ബാസിന്റെ പ്രിയതമയും ചേർന്ന് 3 പേരും ചേർന്ന് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതിന് തീരുമാനിച്ചു. ഈ മീറ്റിംഗിൽ വെച്ചതിന് ഏതാണ്ട് 50,000 രൂപയ്ക്ക് മേൽ ഓഫർ വന്നു. 2-3 വാട്സാപ്പ് കൂട്ടായ്മകൾ ഒക്കെ ആയിട്ട് കുറേയധികം പണം കളക്ട് ചെയ്യുന്നുണ്ട്. തീരുമാനിച്ച ഒരു കാര്യം, എല്ലാ ഫണ്ട് കളക്ഷനും ഈ അക്കൗണ്ടിൽ കൂടെ മാത്രം ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവരുടെ ബാധ്യതകൾ അറിയുക, ആ ബാധ്യതകൾ ഈ അക്കൗണ്ടിൽ കൂടെ മാത്രം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ സഹായിക്കുന്നത് സാധാരണക്കാരുടെ വിഷമം അറിഞ്ഞ് മനുഷ്യസ്നേഹിയായി പ്രവർത്തിച്ച അബ്ബാസിൻ്റെ കുടുംബത്തിന് അവർ നിരാലംബരാകാൻ, അവർക്കൊരു വേദന ഉണ്ടാകാൻ പാടില്ല. അവരെ സഹായിക്കേണ്ട ബാധ്യത കുമളി ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫണ്ട് സമാഹരണത്തിലേക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് അറിയിപ്പുകൾ ഉണ്ടാവും. ഡിസംബർ 31 മുമ്പായി വിവിധ മേഖലയിലുള്ള ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി തുക കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇടുക്കി വിഷൻ, കുമളി.